Last week we saw about children of Israel wandering through the wilderness all their life. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ കൂടെ ഉഴന്നു നടന്നതിനെ കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചത്. We studied how they were set out from the land of Egypt, from the land of slavery to the promised land, but they never made it to the promised land. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടതും അവർ കനാൻ ദേശത്ത് എത്തിച്ചേർന്നതിനെ കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ച നാം പഠിച്ചത്. We saw that 603,550 of them started from Egypt, but only 2 could make it to the promised land. ഇസ്രായേൽ മക്കളിൽ ആകെ 6,03,550 പേർ അവിടെ നിന്ന് പുറപ്പെട്ടെങ്കിലും 2 പേർ മാത്രമാണ് വാഗ്ദത്ത ദേശത്ത് എത്തിച്ചേർന്നതെന്ന് നാം കാണുവാനിടയായി. And we saw what was the reason rest of them died in the wilderness. മരുഭൂമിയിൽ വെച്ച് മറ്റുള്ളവരൊക്കെ പട്ടുപോയതിന്റെ കാരണം നാം പഠിക്കുകയുണ്ടായി. The Bible tells us in Deuteronomy chapter 8 verse 2 that because they were not humble and they were not obedient to God. ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിച്ചു, അവര് അനുസരണമുള്ളവരും അനുസരണം ഇല്ലാത്തവരും അവരുടെ ജീവിതത്തിൽ താഴ്മയില്ലാത്തതും ആണ് അവര് വഴിയിൽ വെച്ച് പട്ടുപോകുന്നതിന് കാരണമായി തീർന്നതെന്ന് നമുക്ക് പഠിക്കാൻ കഴിയും. And now let's go forward and see about rest of the people. ബാക്കിയുള്ള ആളുകൾ ഇപ്പോൾ അവര് കനാൻ ദേശത്തേക്ക് പോവുകയാണ്. Chapter 14 of Joshua talks about some of them staying back on the other side of the Jordan. യോർദന്റെ ഇക്കരയിൽ നിന്നതായിട്ട് യോശുവയുടെ പുസ്തകം 14-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. It says like this in chapter 14 verse 1 onwards. യോശുവയുടെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 1 മുതൽ നാം വായിക്കുമ്പോൾ ഇങ്ങനെ കാണാൻ കഴിയും. These are the areas which the children of Israel inherited in the land of Canaan, which Eleazar the priest, Joshua the son of Nun, and the heads of the fathers of the tribes of the children of Israel distributed as an inheritance to them. കനാൻ ദേശത്ത് ഇസ്രായേൽ മക്കൾക്ക് അവകാശമായി ലഭിച്ച ദേശങ്ങളാവിത്. പുരോഹിതനായ ഏലയാസരും നൂന്റെ മകനായ യോശുവയും ഇസ്രായേൽ ഗോത്രപിതാക്കന്മാരെ തലവന്മാരും ഇവ അവർക്ക് വിഭാഗിച്ചു കൊടുത്തു. Now let's come to verse 3. അതിന്റെ 3-ാം വാക്യം. I will go to verse 2 in the next Sunday. 2-ാം വാക്യത്തെക്കുറിച്ച് അടുത്ത ആഴ്ചയിൽ നമുക്ക് ചിന്തിക്കാം. But verse 3 says like this. അതിന്റെ 3-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. For Moses had given the inheritance of 2 tribes and half tribe on the other side of the Jordan. 2 ഗോത്രങ്ങൾക്ക് മോശ യോർദാനക്കരെ അവകാശം കൊടുത്തിരുന്നു. So now we see Joshua giving inheritance to 9.5 tribe which has come to the other side of Jordan. ബാക്കിയുള്ള 9.5 വിഭാഗങ്ങൾക്ക് യോശുവ യോർദാന്റെ അപ്പുറത്ത് അവകാശം നൽകിയതായി നമുക്ക് കാണാൻ കഴിയും. If you will study your Bible very carefully, you will know that there are 12 tribes among the children of Israel. നാം വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇസ്രായേൽ മക്കളിൽ 12 ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു. And now Joshua is giving land to 9.5 tribe as inheritance in the promised land. ഇവിടെ നാം കാണുന്നത് യോശുവ ഇപ്പോൾ ബാക്കിയുള്ള 9.5 ഗോത്രങ്ങൾക്ക് അവർക്ക് അവകാശം നൽകുന്നതാണ്. 2.5 tribes stayed back on the other side of the Jordan. 2.5 വിഭാഗങ്ങൾ 2.5 ഗോത്രങ്ങൾ യോർദാന്റെ ഇക്കരയിൽ നിൽക്കുകയാണ്. So 9.5 plus 2.5 is 12. 9.5യും 2.5യും കൂടുമ്പോൾ 12 ആണല്ലോ. But you got to remember one thing, the Levites did not get any inheritance. എന്നാൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ലേവ്യർക്ക് യാതൊരു അവകാശവും ലഭിച്ചില്ല. Their job was to worship and to lead people into the presence of God. ദൈവ സാന്നിധ്യത്തിലേക്ക് ആളുകളെ നയിക്കുക, ആരാധനയ്ക്ക് നേതൃത്വം നൽകുകയായിരുന്നു ലേവ്യരുടെ പ്രധാനപ്പെട്ട ജോലി. That is a priestly tribe ordained by God. നമുക്കറിയാം അവര് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട പുരോഹിത വർഗമാണ്. So Levites did not have any inheritance. അതുകൊണ്ട് ലേവ്യർക്ക് യാതൊരു അവകാശവുമില്ലായിരുന്നു. Now you might be having one question. നിങ്ങൾക്ക് ഒരുപക്ഷെ ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടാകാം. If Levites did not get an inheritance, how come you have 12 tribes being given inheritance? ലേവ്യർക്ക് അവകാശം ലഭിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് 12 ഗോത്രങ്ങൾ ഉണ്ടാകുന്നത്? The Bible tells that the sons of Joseph, Ephraim and Manasseh, were considered as 2 tribes. വേദപുസ്തകം പറയുന്നു യോസഫിന്റെ മക്കളായ മനശ്ശെയും എഫ്രൈമിനും 2 ഗോത്രങ്ങൾ ആയിട്ട് വിഭാഗിച്ചു കൊടുത്തത്. So even though it was just one tribe, they were divided into
two tribes. ഒരു ട്രൈബ് ആയിരുന്നു ഒരു ഗോത്രമായിരുന്നു എങ്കിലും അവരത് രണ്ട് ഗോത്രമായിട്ട് അതിനെ വിഭാഗിച്ചു. So technically you see 13 tribes here. നമ്മൾ സാങ്കേതികമായി നോക്കിയാൽ 13 ഗോത്രങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. One did not get any inheritance. ഒരു ഗോത്രത്തിന് യാതൊരു അവകാശവും ലഭിച്ചില്ല. 2.5 stayed on the other side. 2.5 ഗോത്രങ്ങൾ നദിയുടെ ഇക്കരെയാണ്. And 9.5 came with Joshua to go to the promised land. ബാക്കിയുള്ള 9 ഗോത്രങ്ങൾ അപ്പുറത്ത് യോശുവയോടൊപ്പം യോർദാന്റെ അക്കരെയാണ്. So today I'm going to talk about this 2.5 tribe which never made it to the promised land. ഈ 2.5 ഗോത്രങ്ങൾ, അതായത് വാഗ്ദത്ത ദേശത്ത് എത്തിച്ചേരാത്ത 2.5 ഗോത്രങ്ങളെ കുറിച്ചാണ് ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നത്. Why they did not inherit the promised land? അവരെന്തുകൊണ്ടാണ് വാഗ്ദത്ത ദേശത്ത് എത്തിച്ചേരാഞ്ഞത്? It was not the mistake of God. അത് ദൈവത്തിന് തെറ്റുപറ്റിയത് കൊണ്ടല്ല. It is not because God was not faithful to keep his promise. ദൈവം തന്റെ വാഗ്ദത്തങ്ങൾ നിറവേറ്റാതിരുന്നത് കൊണ്ടല്ല അങ്ങനെ Friends, I സംഭവിച്ചത്. want to tell you that one of the characters of our God is that he's a promise keeper. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകതയിൽ ഒന്നാണ് അവൻ വാഗ്ദത്തം നിവർത്തിക്കുന്ന ദൈവമാണ്. He will never fall to his promises that he has made. അവൻ അവിടുന്ന് വാഗ്ദത്തം ചെയ്തതിൽ ഒന്നും വീഴ്ച വരുത്തുവാൻ ദൈവം അനുവദിക്കുന്നില്ല. Last week I quoted Luke 21:33 where it says heaven and earth will pass away but the word of God will never pass away. കഴിഞ്ഞ ആഴ്ച ഞാൻ ഇങ്ങനെ പറയുകയുണ്ടായി. ലൂക്കോസ് എഴുതിയ സുവിശേഷം 21:33 പറയുന്നു, ആകാശവും ഭൂമിയും മാറിപ്പോകുമെങ്കിലും ദൈവത്തിന്റെ വചനം ഒരിക്കലും മാറിപ്പോകുന്നു. He's a promise keeper. അവിടുന്ന് വാഗ്ദത്തം നിവർത്തിക്കുന്ന ദൈവമാണ്. No matter what, but if you will walk the walk of righteousness, every promise of God will be fulfilled in your life. നിങ്ങൾ ഏത് പ്രശ്നമാണെങ്കിലും നിങ്ങൾ ദൈവത്തിന്റെ വചനം അനുസരിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അവിടുന്ന് വാഗ്ദത്തം ചെയ്തത് നിവർത്തിക്കുക തന്നെ ചെയ്യും. But then why didn't this 2.5 tribe receive the promise of God in their life? എന്നാൽ ഇവിടെ 2.5 ഗോത്രങ്ങൾക്ക് എന്തുകൊണ്ടാണ് അവരോട് വാഗ്ദത്തം ചെയ്ത വാഗ്ദത്ത ദേശത്ത് എത്തിച്ചേരുവാൻ കഴിയാതെ? The reason was they were not risk-taking people. അവര് റിസ്ക് ഏറ്റെടുക്കുവാനായിട്ട് തയ്യാറല്ലായിരുന്നു. They were not the people who were fully believing in the promises of God. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നവരായിരുന്നില്ല. When they came to this side of the Jordan, അവര് യോർദാന്റെ ഈ വശത്ത് വന്നപ്പോൾ, after many years of wandering through the wilderness, മരുഭൂമിയിലൂടെ ഉഴന്നു നടന്ന ശേഷം ഇവരിവിടെ എത്തിയപ്പോൾ, when they came to the bank of Jordan, യോർദാൻ നദിയുടെ തീരത്ത് എത്തിയപ്പോൾ, they said to Moses like this, അവര് മോശയോട് ഇങ്ങനെ പറഞ്ഞു, we don't want to cross to the other side. ഞങ്ങൾക്ക് യോർദാൻ കടന്ന് അപ്പുറത്ത് പോകാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല. We don't know what that land looks like. ആ ഭൂമി എങ്ങനെയായിരിക്കുമെന്ന് ഞങ്ങൾക്കറിയില്ല. We know that God has said it's going to be a land of milk and honey. ദൈവം നേരത്തെ മുൻകൂട്ടി പറഞ്ഞതാണ് പാലും തേനും ഒഴുകുന്ന ദേശമാണതെന്ന്. But we haven't seen it. എന്നാൽ ഞങ്ങൾ അതൊന്നും കാണുന്നില്ല. We want to see it by our sight. ഞങ്ങൾ കണ്ണുകൊണ്ട് കാണുമ്പോൾ, and so what we see right now, this land is fertile, this land is good, and we will just dwell here. ഈ ദേശം, ഈ സ്ഥലം വളരെ ഫലഭൂയിഷ്ടമാണ്. They were believing what they were seeing with their eyes rather than believing the promises of God. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ വിശ്വസിക്കുന്നതിന് പകരം അവരവരുടെ കണ്ണുകൊണ്ട് കണ്ടത് വിശ്വസിച്ചു. Probably they were saying this land is safe, this land is fertile, this land is good, we will stay back here because we do not know what holds on the other side. തീർച്ചയായിട്ടും ഇങ്ങനെയായിരിക്കാം പറഞ്ഞത്, ഈ ദേശം, ഈ സ്ഥലം, ഈ പ്രദേശം വളരെ ഫലഭൂയിഷ്ടമാണ്, ഇവിടെ വളരെ സേഫാണ്, സുരക്ഷിതമാണ് എന്ന് അപ്പുറത്തെ ദേശത്തെ കുറിച്ച് ഞങ്ങൾക്ക് അറിയുകയില്ലല്ലോ. And moreover, we have a river, mighty river flowing in front of us, and we do not know how to swim. ഈ ഞങ്ങളുടെ മുൻപിൽ കൂടെ കടന്നു പോകുന്ന യോർദാൻ നദി വളരെ കലങ്ങി മറിഞ്ഞ് ഒഴുകുന്ന ഒരു നദിയാണല്ലോ, ഞങ്ങൾക്ക് അവിടെ നീന്തുവാനായിട്ട് അറിയില്ല. We are seeing river for the first time in our life. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത്തരമൊരു നദി കാണുന്നത്. All these years we have been wandering through the wilderness. ഞങ്ങൾ കഴിഞ്ഞ 40 വർഷമായിട്ട് ഞങ്ങൾ മരുഭൂമിയിൽ കൂടെ ഉഴന്നു നടക്കുകയായി. So we have never seen waters like this. ഇതുപോലെയുള്ള വെള്ളം ഞങ്ങൾ മുൻപ് കണ്ടിട്ടില്ല. If we will enter this, we might just flow with the current of the water. ഞങ്ങൾ വെള്ളത്തിന്റെ ആ ഒഴുക്ക് കൊണ്ട് ഞങ്ങൾ ഒരുപക്ഷെ അതിൽ പെട്ടുപോയേക്കാം. Forget about experiencing the promised land, we will never reach the promised land. ഞങ്ങൾ ആ വാഗ്ദത്ത ദേശത്തിന്റെ അനുഭവത്തെക്കുറിച്ച് അറിയുന്നതിനേക്കാൾ ഉപരിയായി ഞങ്ങൾ അവിടെ എത്തിച്ചേരുക പോലുമില്ല. So they were looking at their problems rather than looking at the God who had kept the promise for them. അവര് വാഗ്ദത്തം നൽകിയ ദൈവത്തെ കാണുന്നതിന്
പകരം അവരുടെ പ്രശ്നങ്ങളിലേക്കാണ് അവർ നോക്കിയത്. Probably they were happy with their comfortable zone. We have been on this side of the river for few years now, and we are comfortable here, and we will live rest of our life here. We don't want to take the risk. അവര് സുരക്ഷിതമായ സ്ഥലം ഇതാണെന്ന് അവർ കരുതിയിരിക്കണം. കാരണം ഇത്രയും നാളും ഇവിടെ താമസിച്ചത് കൊണ്ട് ഈ സ്ഥലം വളരെ സുരക്ഷിതമാണെന്ന് അവര് തിരിച്ചറിഞ്ഞിരിക്കണം. And moreover, when the spies came back, they gave us the report that there are giants there, and they can kill us and they'll destroy us. Now, why should we leave these comforts and go and take the risk to fight the giants? അതുകൂടാതെ തന്നെ ദേശം ഒറ്റുനോക്കാൻ പോയവർ വന്നിട്ട് അവിടെ മല്ലന്മാരുണ്ടെന്നും അവർ തങ്ങളെ നശിപ്പിക്കുമെന്നും പറഞ്ഞത് അവർ കേട്ടതാണ്. അതുകൊണ്ട് ജീവിതത്തിൽ വീണ്ടും ഒരു റിസ്ക് എടുക്കുവാനായിട്ട് അവർ തയ്യാറായില്ല. So these 2.5 tribe people were people who were ready to live on this side rather than crossing the border. അതുകൊണ്ട് ഈ 2.5 ഗോത്രം ഈ നദിക്ക് ഇപ്പുറത്ത് നിൽക്കുവാനായിട്ടാണ് അവർ ആഗ്രഹിച്ചത്. അവർ നദി കടന്ന് അപ്പുറത്ത് പോകുവാൻ ആഗ്രഹിച്ചില്ല. How many times we have been living on this side of the border and not ready to leave our comfortable zone to receive better promises of God in our life? നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നാം ദൈവം നൽകിയ വലിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിന് പകരം നാം സുരക്ഷിതമായ സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് നദിക്ക് ഇപ്പുറത്ത് നിൽക്കുവാനായിട്ട് ആഗ്രഹിച്ചിട്ടില്ലേ? My friends, my brothers and sisters, if you want to see greater blessings and greater victories in your life, you got to be a risk taker in your life, and you got to put your foot ahead to see what God wants to do in your life. എൻ്റെ പ്രിയ സ്നേഹിതരെ, എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കുവാൻ, നന്മ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ഈ പ്രദേശം വിട്ട് നിങ്ങൾ തല ഉയർത്തി അപ്പുറത്തേക്ക് ദൈവം നൽകിയ വാഗ്ദത്തങ്ങളിലേക്ക് നോക്കുവാൻ, ചുവടുകൾ വെക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. Only those who are ready to take risk will see great victories in their life. റിസ്ക് ഏറ്റെടുക്കുവാൻ തയ്യാറായവർ മാത്രമേ ജീവിതത്തിൽ വിജയം പ്രാപിക്കുകയുള്ളൂ. Only if you are ready to leave those comfortable zones and cross the border, you will be able to see great breakthroughs and victories in your life. സുരക്ഷിതമായ താവളങ്ങൾ വിട്ടിട്ട് മുൻപോട്ട് ആ വെല്ലുവിളികളെ നേരിട്ട് മുന്നോട്ട് പോകുവാൻ തയ്യാറാകുമ്പോൾ മാത്രമേ നാം വിജയം പ്രാപിക്കുകയുള്ളൂ. Oh, how I wish this 2.5 tribe would not have decided to stay back on this side of the Jordan. അതെ, ഈ 2.5 ഗോത്രങ്ങൾ അവർ തീരുമാനിച്ചത് ഇതിന്റെ കാരണത്താലാണ്, ഇവിടെ സുരക്ഷിതമാണെന്ന് കരുതിയിട്ടാണ്. They should have taken the risk to go to the other side. അവര് അടുത്ത ആ നദി കടന്ന് അപ്പുറത്തേക്ക് പോകുവാനുള്ള ആ തയ്യാറെടുപ്പ് അവരെടുക്കണമായിരുന്നു. Only because they were not ready to take the risk and stay in their comfortable zone, they never experienced the promise of God in their life. അവര് അപ്പുറത്തേക്ക് പോകുവാനുള്ള റിസ്ക് ഏറ്റെടുക്കുവാൻ തയ്യാറാകാതിരുന്നത് കൊണ്ട് ദൈവത്തിന് നൽകിയ വാഗ്ദത്ത ദേശത്തിന്റെ അനുഭവം എങ്ങനെയാണെന്ന് തിരിച്ചറിയുവാൻ അവർക്ക് കഴിഞ്ഞില്ല. How many times we have got caught into our traditions and our rituals and things in our life that we don't want to take a risk, and we don't want to take one more step of faith and do something extraordinary in our Christian walk. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം വിശ്വാസത്തിന്റെ ചുവടുകൾ വെക്കുന്നതിന് പകരം നാം ഈ സുരക്ഷിതമായ താവളങ്ങളിൽ നിന്ന് മുൻപോട്ട് പോകുവാൻ കഴിയാതെ നാം അവിടെ തന്നെ തങ്ങി നിൽക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? Today I want to challenge you. ഇന്ന് ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. For Jesus, are you ready to break the borders of traditions and rituals and customs? And are you ready to say, Lord, no matter what, I'm ready to take the risk to go to the other side? എൻ്റെ മുൻപിലുള്ള പ്രതികൂലങ്ങളെ അതിരുകളെ എല്ലാം മാറ്റി എഴുതിക്കൊണ്ട് ഞാൻ മുന്നോട്ട് പോകുവാൻ കർത്താവ് തയ്യാറാണ് എന്ന് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയുവാൻ കഴിയുമോ? I might have been following traditions and rituals for generations, but God, I'm ready to break them and cross over to the other side. ഞാൻ പാരമ്പര്യങ്ങളും അതിരുകളും എല്ലാം മാറ്റിവെച്ചിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് ഞാൻ തയ്യാറാണെന്ന് കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങൾക്ക് സമ്മതിക്കുവാൻ കഴിയും. The Bible says obedience is better than sacrifice. വേദപുസ്തകം പറയുന്നു അനുസരണ ബലിയേക്കാൾ നല്ലതാണ്. Are you ready to break your comfortable zone in obedience to the call of God in your life? ദൈവത്തിന്റെ ആ വിളി തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കുവാൻ, ദൈവത്തിന്റെ വാക്കുകൾ അനുസരിക്കുവാൻ നമുക്ക് കഴിയണം. In the book of Genesis chapter 12 we read about Abraham. അബ്രഹാമിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. He's 75-year-old. അവനിപ്പോൾ 75 വയസ്സുണ്ട്. His name is Abram. His name is not yet Abraham. അവന്റെ പേര് ഇപ്പോഴും അബ്രാം എന്നാണ്, അബ്രഹാം എന്നല്ല ആയിട്ടില്ല. But then he heard the voice of God. അപ്പോഴാണ് അബ്രാം യഹോവയുടെ ശബ്ദം കേൾക്കുന്നത്. 75-year-old man hears God.
75 വയസ്സ് പ്രായമുള്ള മനുഷ്യൻ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നു. God is saying to him, go to the place that I will show you. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാ എന്ന് യഹോവയാം ദൈവം അരുളി ചെയ്തു. Oh, he did not have any destiny, he did not have any address, he did not have anything, but just one voice, obey me and go to the place that I'm going to show you. അത് ലക്ഷ്യസ്ഥാനത്തെക്കുറിച്ച് യാതൊരു വിവരവുമില്ല, എന്നാൽ പോകുവാനായിട്ട് കൽപ്പിച്ച ആ ഒരു ദൈവിക ശബ്ദം മാത്രമേ അവൻ കേട്ടുള്ളൂ. He was 75 years old and he was probably planning to retire and live rest of his life in that land of Haran. ഹാരാനിൽ താൻ അവസാന സമയങ്ങൾ ചെലവഴിക്കുവാനായി ആഗ്രഹിച്ചിരിക്കാം. കാരണം തനിക്കിപ്പോൾ 75 വയസ്സോളമായിട്ടുണ്ട്. He was in his comfortable zone. അവൻ തന്റെ സുരക്ഷിതമായ സ്ഥലത്താണ് ആയിരിക്കുന്നത്. He has land, he has cattle, he has servants, he has everything there, and he's very comfortable there. And that is the time God is calling him to set out to a new journey. അതെ, അവന് തന്റെ ജീവിതത്തിൽ സമ്പത്തുണ്ട്, കന്നുകാലികളുണ്ട്, സകലവും ഉള്ളപ്പോൾ സുരക്ഷിതമായ സ്ഥലത്തായിരിക്കുമ്പോഴാണ് യഹോവയാം ദൈവം അവനെ വിളിക്കുന്നത്. But Abraham is ready to listen to the voice of God. എന്നാൽ അബ്രഹാം ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ, അത് അനുസരിക്കുവാൻ തയ്യാറായിരുന്നു. Probably he went to Sarah and said that God is calling us to go, we need to leave. ഒരുപക്ഷേ സാറയുടെ അടുത്ത് പോയിട്ട് അബ്രഹാം ഇങ്ങനെ പറഞ്ഞിരിക്കാം, ദൈവം നമ്മെ ഇവിടെ നിന്ന് പുറപ്പെടുവാനായിട്ട് വിളിക്കുന്നു. Sarah might have asked, where are we going? സാറ ചിലപ്പോൾ ഇങ്ങനെ ചോദിച്ചിരിക്കാം, എവിടേക്കാണ് നാം He would പോകുന്നത്? have said, I don't know. അബ്രഹാം ഇങ്ങനെ മറുപടി പറഞ്ഞിരിക്കാം, എനിക്കറിയില്ല. What is the destination? What is the address? എവിടെ നമ്മുടെ ലക്ഷ്യസ്ഥാനം എവിടെയാണ്, അവിടേക്ക് പോകുവാനുള്ള വിലാസം ഏതാണ്? He would have said, I don't know. അബ്രഹാം ഇങ്ങനെ മറുപടി പറഞ്ഞിരിക്കാം, എനിക്കറിയില്ല. How many days of journey? എത്ര ദിവസത്തെ യാത്രയുണ്ട്? I don't know. എനിക്കറിയില്ല. How many breads do I have to carry? എത്ര മാത്രം ആഹാരം നാം കരുതണം? I don't know. എനിക്കറിയില്ല. For every question that Sarah had, Abraham had only one answer, I do not know. സാറ എത്രയെല്ലാം ചോദ്യങ്ങൾ ചോദിച്ചാലും അതിനെല്ലാമുള്ള അബ്രഹാമിന്റെ ഉത്തരം എനിക്കറിയില്ല എന്ന് മാത്രമായി. Probably frustrated Sarah would have asked one last question. ഒരുപക്ഷെ പരിഭ്രാന്തയായി തീർന്ന സാറ ഒരുപക്ഷെ അവസാനമായി ഇങ്ങനെ ചോദിച്ചു, Then what do you know? എന്നിട്ട് നിനക്ക് എന്ത് അറിയാം? Why are you setting out for a new journey when you do not know anything? നിങ്ങൾക്ക് അതുമായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ലെങ്കിൽ പുതിയൊരു യാത്രയ്ക്ക് തയ്യാറാകുന്നത് എന്താണ്? Abraham would have said like this, അബ്രഹാം ഇങ്ങനെ പറഞ്ഞിരിക്കാം, I may not know anything, but I know one thing. എനിക്ക് ഒന്നും അറിയില്ല, എന്നാൽ ഒരു കാര്യം അറിയാം, that this God who has called me is a faithful God. എന്നെ വിളിച്ചിരിക്കുന്ന എന്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. He's a faithful God. അവിടുന്ന് വിശ്വസ്തനായ ദൈവമാണ്. Today I might be asked to leave my comfortable zone. ഇന്ന് എന്റെ സുരക്ഷിതമായ സ്ഥലം വിട്ടു പോകുവാൻ എന്നോട് ആവശ്യപ്പെട്ടു. Maybe God is asking me to cross the border of my comforts. എന്റെ സുരക്ഷിതമായ അതിർത്തി വിട്ട് പുറപ്പെടുവാനായി പറഞ്ഞെങ്കിൽ, I'm 75 years old. ഞാനിപ്പോൾ 75 വയസ്സാണെങ്കിൽ, My body might be tiring. എന്റെ ശരീരം ക്ഷീണിതരാണെങ്കിലും, I might be having everything here. എനിക്കെല്ലാം ഇവിടെ ഉണ്ടെങ്കിലും, But today if God is calling me, എന്നാൽ ഇന്ന് ദൈവം എന്നെ വിളിക്കുന്നു. I'm ready to be obedient to the call of God and I'm going to take the risk to cross the border. ഞാൻ ദൈവത്തിന്റെ വാക്ക് അനുസരിക്കുവാനും എന്റെ സുരക്ഷിതമായി താവളം വിട്ട് പുറപ്പെടുവാനും ഞാൻ തയ്യാറാണ്. Because I know this God. കാരണം എനിക്ക് ഈ ദൈവത്തെ അറിയാം. He's a faithful God. അവിടുന്ന് വിശ്വസ്തനായ He will ദൈവമാണ്. never leave me. He will never forsake me. അവിടുന്ന് എന്നെ ഉപേക്ഷിക്കുകയില്ല, അവിടുന്ന് എന്നെ തള്ളിക്കളയുകയില്ല. No matter what happens, He will hold me. എന്തെല്ലാം സംഭവിച്ചാലും അവിടുന്ന് എന്നെ കാത്തുകൊള്ളും. And with that faith, Abraham set out for a new journey. ഈ വിശ്വാസത്തോടെ അബ്രഹാം തന്റെ യാത്രയ്ക്ക് തുടക്കം He കുറിക്കുകയാണ്. did not have an address. He did not have a destination. He did not have anything. But he had the presence of God walking with him. എനിക്ക് യാതൊരു തരത്തിലുള്ള ലക്ഷ്യമറിയത്തില്ല, വിലാസമറിയത്തില്ല, എങ്കിലും ദൈവത്തിലുള്ള പൂർണ്ണമായ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് അവൻ യാത്ര പുറപ്പെട്ടു. Today, my friends, I want to challenge you. എന്റെ പ്രിയ സ്നേഹിതരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, You need to know that this God is a faithful God. ഈ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. If He has called you, He will lead you and He will give you all the desires of your heart. നിങ്ങളെ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം നിവർത്തിക്കുകയും നിന്നെ അവിടുന്ന് മുന്നോട്ട് നയിക്കുകയും ചെയ്യും. My Bible says in Psalms 34, those who have looked unto Him will not be ashamed of anything. സങ്കീർത്തനം 34:5 പറയുന്ന, അവങ്കലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു He പോയതുമില്ല. will never allow you to fall. നീ താണു വീണു പോകുവാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. Abraham became the father of faith only because he was ready to obey and throw out his comfortable zone and walk to the other side. അബ്രഹാം വിശ്വാസികളുടെ പിതാവായിട്ട് അറിയപ്പെടുവാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ, ദൈവത്തിന്റെ വചനം അവൻ വിശ്വസിക്കുകയും തന്റെ സുരക്ഷിതമായ സാഹചര്യങ്ങളെ വിട്ട് അവൻ പുറപ്പെടുവാൻ തയ്യാറായതും കൊണ്ടാണ്. Abraham received a title that nobody else received, the friend of God. And if you want to become a friend of God, you got to be somebody who's ready to forsake everything and walk in total obedience
to the call of God. അബ്രഹാം പ്രാപിച്ചതുപോലെ ദൈവത്തിന്റെ സ്നേഹിതൻ എന്നുള്ള ഒരു തലക്കെട്ട് ആരും പ്രാപിച്ചിട്ടില്ല. അതിന് കാരണം ഒന്നേ ഉള്ളൂ, അവൻ ദൈവത്തിന്റെ വാക്ക് കേട്ട് സകലവും വിട്ട് പുറപ്പെടുവാൻ തയ്യാറായതുകൊണ്ടാണ്. 2.5 tribe did not have the faith that this God is a faithful God to lead us through. 2.5 ഗോത്രങ്ങൾക്ക് ഈ വാഗ്ദത്തം ചെയ്ത ദൈവം അത് നിവർത്തിക്കുമെന്നുള്ള വിശ്വാസമില്ലായിരുന്നു. They did not believe that this God is a faithful God. ഈ ദൈവം വാഗ്ദത്തം ചെയ്ത് നിവർത്തിപ്പാൻ ശക്തനാണെന്ന് അവർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. They believed in what they saw with their eyes. അവരുടെ കണ്ണുകൊണ്ട് കണ്ടത് മാത്രം അവർ They വിശ്വസിച്ചു. said, we will be comfortable here. ഞങ്ങൾ ഇവിടെ വളരെ കംഫർട്ട് ആണെന്ന് പറഞ്ഞു. Oh, they looked at the Jordan and they thought that this Jordan is bigger than anything else in their life. അവരുടെ ജീവിതത്തിൽ അവർ യോർദാനെ നോക്കിയിട്ട് യോർദാൻ സകലത്തെക്കാളും വലുതാണെന്ന് അവർ കരുതി. Though they forgot that the God who has called them is bigger than the flooding river. അതെ, ഈ കലങ്ങി മറിയുന്ന നദിയേക്കാളും വലുതാണ് ഞങ്ങളുടെ ദൈവം എന്ന് അവർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. The 2.5 tribe found comfort in not crossing the border, but missed out on a greater blessing from God in their life. ഈ അതിർത്തി കടക്കുവാനായിട്ട് 2.5 ഗോത്രങ്ങൾക്ക് കഴിയാതിരുന്നത് കൊണ്ട് അവർക്ക് നഷ്ടമായത് കനാൻ ദേശത്തിന്റെ വാഗ്ദത്ത ദേശത്തിന്റെ അനുഭവങ്ങളും അനുഗ്രഹങ്ങളുമാണ്. How many times over the years we have missed out on great blessings of God only because we were not ready to take the risk and cross to the other side. എത്ര പ്രാവശ്യം നമ്മുടെ ജീവിതത്തിൽ ദൈവിക അനുഗ്രഹങ്ങൾ നന്മകൾ വാഗ്ദത്തം ചെയ്തതൊക്കെയും നഷ്ടമായിട്ടുണ്ട്. കാരണം ദൈവത്തിന്റെ വചനം അനുസരിക്കാത്തത് കൊണ്ട്, നാം സുരക്ഷിതമായ സാഹചര്യങ്ങൾ വിട്ടുപോകാത്തത് കൊണ്ട്. How many times we did not see the blessings of God in our life because we were not ready to cross our comfortable zone. നമ്മുടെ സുരക്ഷിതമായ താവളങ്ങൾ വിട്ട് നാം അതിര് കടന്ന് അപ്പുറത്തേക്ക് പോകുവാൻ കഴിയാത്തത് കൊണ്ട് ദൈവിക നന്മകൾ എത്ര പ്രാവശ്യം നമ്മുടെ കയ്യിൽ നിന്ന് വഴുതിപ്പോയിട്ടുണ്ട്. But friends, I want to challenge you today. എന്റെ പ്രിയ സ്നേഹിതരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, Every obedience will open new doors in your life. എല്ലാ അനുസരണങ്ങളും നിങ്ങൾക്ക് വേണ്ടി പുതിയ വാതിലുകളെ തുറക്കും. Every sacrifices, every price that you pay for the kingdom of God will bring greater rewards in your life. ദൈവത്തിന് വേണ്ടി നിങ്ങൾ ത്യജിക്കുന്നതൊക്കെയും നഷ്ടപ്പെടുത്തുന്നതൊക്കെയും നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് വലിയ പ്രതിഫലം പ്രാപിക്കുന്നതിന് കാരണമായി തീരും. My Bible says that God is nobody's debtor. അതെ, ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം ആർക്കും കടക്കാരനല്ല. So if you want to see greater blessings in your life and if you want to enjoy the fullness of your life, you got to get out of your comfortable zone and go to the other side where God is calling you to be. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കണമെങ്കിൽ, ദൈവിക നന്മകൾ പ്രാപിക്കണമെങ്കിൽ നിങ്ങൾ സുരക്ഷിതമായ താവളങ്ങൾ വിട്ടിട്ട് ദൈവത്തിന്റെ വചനമനുസരിച്ച് മറുകരയ്ക്ക് പോകുവാൻ നിങ്ങൾ തയ്യാറാകണം. Let us not be borderline Christians like this 2.5 tribe, but let us say, God, no matter what, it might be the Jordan, but I'm ready to cross that Jordan. ഈ 2.5 ഗോത്രങ്ങളെ പോലെ ആയിത്തീരാതെ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ഈ യോർദാൻ കടന്ന് ഞാൻ അപ്പുറത്തേക്ക് പോകുവാൻ, ദൈവിക വാഗ്ദത്തങ്ങൾ പ്രാപിക്കുവാൻ ഒരുക്കമാണെന്ന് ദൈവത്തോട് പറയുവാൻ കഴിയണം. If you have called me to cross the flooding and roaring Jordan, I know that you are faithful to give me the strength to cross the Jordan. കലങ്ങി മറിയുന്ന യോർദാൻ കടന്നപ്പുറത്ത് പോകുവാനായിട്ട് ദൈവം എന്നെ വിളിക്കുകയാണെങ്കിൽ അതിനെ ശാന്തമാക്കുവാൻ, അതിനെ മറികടക്കുവാൻ, അപ്പുറത്തെത്തിക്കുവാൻ ദൈവം ശക്തനാണെന്ന് നാം വിശ്വസിക്കണം. I believe like this. ഞാൻ ഇങ്ങനെ The വിശ്വസിക്കുന്നു. 9.5 tribe would have looked at the 2.5 tribe and would have said like this. ഒരുപക്ഷെ ഈ 9.5 ഗോത്രങ്ങൾ 2.5 ഗോത്രങ്ങളെ നോക്കി ഇങ്ങനെ Oh, പറയുന്നുണ്ടായിരുന്നു, you got to come with us. നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരണമായിരുന്നു. You might be thinking about the giants, but you got to know that our God is bigger than the giants. അതെ, അവിടെ മല്ലന്മാരുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടായിരിക്കും, പക്ഷേ അവിടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. This land might be looking fertile, but come with us to the other side. The God who has promised will give us a land which flows with milk and honey. ഒരുപക്ഷെ ഈ ദേശം ഫലഭൂയിഷ്ടമായിരിക്കാം, എന്നാൽ ദൈവിക വാഗ്ദത്തം അനുസരിച്ച് നിങ്ങൾ അപ്പുറത്തേക്ക് വരുന്നെങ്കിൽ അവിടെ ദൈവം നമുക്ക് നൽകുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് തേനും പാലും ഒഴുകുന്ന ദേശമാണ്. Oh, things might not be looking promising on the other side right now, but let us cross to the other side. This God will turn everything in our favor. അതെ, ദൈവം വാഗ്ദത്തം നൽകിയിരിക്കുന്ന ഇപ്പം നമ്മൾ കാണുന്നില്ലായിരിക്കാം, എന്നാൽ ഈ നദി കടന്ന് അപ്പുറത്ത് നാം ചെല്ലുമ്പോൾ ആ ദൈവം വാഗ്ദത്തം നൽകിയത് നമ്മുടെ ജീവിതത്തിൽ കാണുവാനും അനുഭവിക്കുവാനും കഴിയും. 2.5 tribe would have said, no, we believe in what we see. We are going to stay here. എന്നാൽ 2.5 ഗോത്രങ്ങൾ ഇങ്ങനെയായിരിക്കും പറയുന്നത്, ഞങ്ങൾ ഞങ്ങളുടെ കണ്ണുകൊണ്ട് കാണുന്നത് മാത്രമേ വിശ്വസിക്കുകയുള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കും. No, we got to move ahead and we got to cross some Jordans. We got to throw away some of our comforts so that we will see the goodness of God in our life. എന്നാൽ നമ്മുടെ സുരക്ഷിതമായ സാഹചര്യങ്ങളെ വിട്ടിട്ട്
വിട്ടിട്ട് നാം ഈ ദൈവം നൽകിയ വാഗ്ദത്തങ്ങളിലേക്ക് നടന്നെടുക്കുവാൻ നാം തയ്യാറാകണം. I remember, the stories of PG uncle. PG അങ്കിളിന്റെ ജീവിതാനുഭവങ്ങൾ എനിക്ക് വളരെ ഇഷ്ടമാണ്. I have been honored and I had the privilege to walk with PG uncle for last 25 years, 27 years. കഴിഞ്ഞ 25-27 വർഷങ്ങളായിട്ട് അദ്ദേഹത്തോടൊപ്പം നടക്കുവാൻ, ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. I had the honor to have a very close walk with him. അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നടക്കുവാൻ എനിക്ക് വലിയ ഭാഗ്യം I ലഭിച്ചിട്ടുണ്ട്. have heard his stories. ഞാൻ അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങൾ കേട്ടിട്ടുണ്ട്. He has told me several times in the year 1972 when God had called him. 1972 ദൈവം അദ്ദേഹത്തെ വിളിച്ച കാര്യം പല പ്രാവശ്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. He had a secure job. അദ്ദേഹത്തിന് നല്ലൊരു സെക്യുലർ ജോലി He ഉണ്ടായിരുന്നു. had good salary. അദ്ദേഹത്തിന് നല്ല ശമ്പളം He ഉണ്ടായിരുന്നു. was working in the Indian army. ഇന്ത്യൻ ആർമിയിൽ അദ്ദേഹം ജോലി And ചെയ്യുകയായിരുന്നു. if you would have completed years of service, you would have had many benefits and pension all over the years of his life. ചില വർഷങ്ങൾ കൂടെ അവിടെ തുടരുകയായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് നല്ല ഒരു പെൻഷൻ അവിടെ നിന്ന് He ലഭിക്കുമായിരുന്നു. could have looked after his children well. അദ്ദേഹത്തിന്റെ മക്കളെ അദ്ദേഹത്തിന് നന്നായിട്ട് നോക്കുവാൻ കഴിയുമായിരുന്നു. If he would have continued there, and the children he would have gone to good army schools. അദ്ദേഹത്തിന്റെ മക്കൾക്ക് നല്ല ആർമി സ്കൂളിൽ പോകുവാൻ കഴിയുമായിരുന്നു. So he was in his comfortable zone. അദ്ദേഹം തന്റെ സുരക്ഷിതമായ സാഹചര്യത്തിലായിരുന്നു. But when God called him, എന്നാൽ ദൈവം തന്നെ വിളിച്ചപ്പോൾ PG uncle says he did not have a second thought, but he resigned his job and he went to a place where nobody knew him. രണ്ടാമതൊന്നും ചിന്തിക്കാതെ PG അങ്കിള് ആ ജോലി രാജിവെക്കുകയും അവിടെ നിന്ന് ദൈവം തന്നെ ആക്കിയ സ്ഥലത്തേക്ക് പോവുകയും ചെയ്തു. Many people advised him not to resign from his job. പല ആളുകളും ജോലിയിൽ നിന്ന് ചെയ്യരുതെന്ന് അദ്ദേഹത്തോട് But പറഞ്ഞു. he fully obeyed the command of God. എന്നാൽ ദൈവത്തിന്റെ ആജ്ഞ പൂർണ്ണമായും അദ്ദേഹം അനുസരിച്ചു. Probably the Jordan was flooding in front of him. ഒരുപക്ഷെ അദ്ദേഹത്തിന് മുൻപിൽ യോർദാൻ കലങ്ങി മറിഞ്ഞ് He ഒഴുകുകയായിരിക്കും. did not know what the years would lay ahead when he resigns his job. ജോലി രാജിവെച്ചാൽ തന്റെ മുൻപിലുള്ള വർഷങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് അദ്ദേഹത്തിന് But ചിന്തിച്ചു. he was ready to take the risk for Jesus and cross the border. അതെ, കർത്താവിന് വേണ്ടി ഈ റിസ്ക് ഏറ്റെടുക്കുവാനും ഈ അതിര് കടന്നു പോകുവാനും അദ്ദേഹം തയ്യാറായി. He went through a lot of hardships and challenges over the years. വർഷങ്ങളോളം അദ്ദേഹം വളരെയധികം പ്രതിസന്ധിയിൽ കൂടെ, കഷ്ടതയിൽ കൂടെ കടന്നുപോയി. But 53 years later, എന്നാൽ 53 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, as I stand and narrate his story, ഇന്ന് ഞാൻ അദ്ദേഹത്തിന്റെ ആ ജീവിതാനുഭവം പറയുമ്പോൾ, I want to tell you, nobody has impacted the nation of India in the modern times like God used his servant PG Varghese. ഈ ആധുനിക കാലത്ത് ഈ ഇന്ത്യയിൽ ദൈവത്താൽ ഇത്രത്തോളം ഉപയോഗിക്കപ്പെട്ട മറ്റൊരു വ്യക്തി ഇല്ലെന്ന് പറയേണ്ടി വരും. How did this happen? ഇതെങ്ങനെ സംഭവിച്ചു? Only because he was ready to obey God and walk into the promised land that God has called him to. അതെ, ദൈവത്തിന്റെ വചനമനുസരിച്ച്, ദൈവത്തിന്റെ വാക്ക് കേട്ട് തന്റെ കംഫർട്ട് സോൺ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ വാഗ്ദത്തത്തിലേക്ക് നടന്നത് കൊണ്ടാണ് ഇത് സംഭവിച്ചത്. He was ready to cross the border. അദ്ദേഹം ഈ അതിര് കടന്നു പോകുവാൻ തയ്യാറായി. My friends, let us not be like 2.5 tribe, but let us be like the 9.5 tribe. Let us be like Abraham. Let us be like PG Varghese, and let us be people who will obey God and walk to the other side to see the goodness of God in our life. നാം ഈ 2 ഗോത്രത്തെ പോലെ ആയിത്തീരാതെ ആ 9 ഗോത്രത്തെ പോലെ, അല്ലെങ്കിൽ അബ്രഹാമിനെ പോലെ, PG വർഗീസ് അങ്കിളിനെ പോലെ ദൈവത്തിന്റെ വചനം കേട്ട് അനുസരിച്ച് അതിനുവേണ്ടി തന്റെ സുരക്ഷിതമായ സാഹചര്യങ്ങളെ വിട്ട് പുറപ്പെടുന്നവരുടെ കൂട്ടത്തിലായിത്തീരാം. What a great blessing this children of Israel missed in their life. അതെ, ഈ 2 ഗോത്രങ്ങൾ ദൈവത്തിന്റെ എത്ര വലിയ അനുഗ്രഹത്തെയാണ് നഷ്ടപ്പെടുത്തിയത്. Let us not regret in the days to come just because we did not obey to the call of God in our life. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനം അനുസരിക്കാഞ്ഞത് കൊണ്ട് പിന്നീട് ദുഃഖിക്കുവാൻ, പരിതപിക്കുവാൻ ഇടയാകരുത്. Let us cross to the other side. നമുക്ക് അപ്പുറം കടക്കാം. Let us not be borderline Christians. നമ്മൾ അതിരിൽ മാത്രം നിൽക്കുന്നവരായി Let തീരാതെ me close with this. നമുക്ക് ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം ഈ നദി കടന്നു ചെല്ലാം. Let me close by saying this. ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സന്ദേശം അവസാനിപ്പിക്കട്ടെ. John chapter 3 verse 16 says like this.
യോഹന്നാൻ എഴുതിയ സുവിശേഷം 3:16 നാം For ഇങ്ങനെ God so loved the world that he gave his only begotten son. തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവിടുന്ന് ലോകത്തെ സ്നേഹിച്ചു. He sent his only son. അവിടുന്ന് തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി അയച്ചു. Jesus left the comforts of the heaven. അതേ, യേശു കർത്താവ് സ്വർഗത്തിലെ സകല മഹിമകളും വെടിഞ്ഞു. He left the glory, he left the comforts, he left everything and came down to earth as a son of man. സ്വർഗത്തിലെ സകല മഹിമകളും നന്മകളും വെടിഞ്ഞിട്ട് വെറും മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. For 33.5 years he went through the sufferings and pain and agony, what not. He took all those things only because he was obedient to what God his father has called him to. അതെ, ദൈവം പിതാവ് വിളിച്ചതുപോലെ തന്റെ ആ പിതാവിന്റെ വാക്ക് കേട്ടനുസരിച്ചത് കൊണ്ട് 33.5 വർഷക്കാലം താൻ ജീവിതത്തിൽ മനുഷ്യർ നാം അനുഭവിക്കുന്നത് പോലെ എല്ലാവിധമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെയും യേശു കർത്താവ് കടന്നുപോയി. Think about the difficult times that Jesus was going through when he was kneeling and praying in the garden of Gethsemane. അതേ, വളരെയധികം പ്രതിസന്ധി പ്രയാസത്തിൽ കൂടെ കടന്നുപോയ ആ ഗെത്സമനയിലിരുന്ന് യേശു കർത്താവ് നിലവിളിക്കുന്ന രംഗം നിങ്ങൾക്കൊന്ന് കാണുവാൻ കഴിയുമോ? What was his prayer? എന്തായിരുന്നു യേശു കർത്താവിന്റെ I പ്രാർത്ഥന? do not want to take this cup. If it is your will, let this cup be taken away from my life. അതെ, ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുക്കണമേ, ഇതെനിക്ക് ചുമക്കുവാനായിട്ട് കഴിയുകയില്ല. When Jesus was looking at the pain and the hardship and the agony of going through all that and dying on the cross of Calvary as a son of man, he was really anxious. മനുഷ്യപുത്രൻ എന്നുള്ള നിലയിൽ മനുഷ്യന്റെ പാപങ്ങൾ ചുമന്നുകൊണ്ട് കാൽവരി ക്രൂശിൽ യാഗമായി തീരുന്നതും അതിലേക്കുള്ള യാത്രയും ഓർത്തപ്പോൾ യേശു കർത്താവിന് ആ വേദന സഹിക്കുവാൻ കഴിയാതെയാണ് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചത്. The Bible says his sweats were falling like drops of blood. ദൈവത്തിന്റെ വചനം പറയുന്നു, കർത്താവിന്റെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി നിലം പതിച്ചു. And then he just prayed one prayer. അവിടുന്ന് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. Take away this cup if it is possible. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ എന്ന്. But still, Lord, not my will, God. Father, let your will be done. യേശു കർത്താവ് വീണ്ടും പറഞ്ഞു, എങ്കിലും എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നടക്കട്ടെ. I obeyed you and I left the comforts of the heaven and I came down. അതെ, ഞാൻ അങ്ങയുടെ വാക്ക്, എന്റെ പിതാവേ, അങ്ങയുടെ വാക്ക് ഞാൻ അനുസരിച്ചു. സ്വർഗത്തിലെ സകല മഹിമകളും വെടിഞ്ഞ് ഞാൻ ഈ And ഭൂമിയിലേക്ക് here I am right now. ഞാൻ ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നു. I'm ready to take that one more step to reject all the comforts, and I'm ready to go to the cross of Calvary in total obedience. സകല മഹിമകളും വെടിഞ്ഞുകൊണ്ട് ഞാൻ പുറപ്പെട്ടു. ഇനി ഞാൻ ഇതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് കാൽവരി ക്രൂശിലേക്ക് പോകുവാനും ഞാൻ ഒരുക്കമാണ്. I know I cannot bear it, but no matter what, I am ready to cross the border and I am ready to obey you 100%. എനിക്കറിയാം എനിക്കിത് താങ്ങുവാൻ കഴിയുന്നതല്ല, എങ്കിലും നിന്റെ വാക്ക് അനുസരിക്കുന്നത് കൊണ്ട് ഞാൻ ഈ കഷ്ടത ഏറ്റെടുക്കുവാൻ, ഈ ക്രൂശിലേക്ക് നടക്കുവാൻ ഞാൻ തയ്യാറാണ്. Do you remember Jesus on the cross of Calvary? നിങ്ങൾ യേശു കർത്താവിന്റെ ആ കാൽവരി യാത്ര നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോ? On the cross he says like this. കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, Father, why have you forsaken me? പിതാവേ, അവിടുന്ന് എന്നെ കൈവിട്ടതെന്ത്? Imagine that hour of Jesus Christ, everybody has abandoned him. അത് എല്ലാവരും അവിടുന്ന് ആ കർത്താവിനെ കൈവിട്ടു. Even in that minute, he was obedient to the call that was upon his life. തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ വിളി അപ്പോഴും കർത്താവ് വിട്ടുകളഞ്ഞില്ല. And then we see Jesus coming in glory. അതെ, പിന്നെ നാം കാണുന്നത് കർത്താവ് തന്റെ മഹിമയിൽ He will വെളിപ്പെടുന്നതാണ്. come again. അവൾ കർത്താവ് വീണ്ടും വരും. And now when he comes, he's going to come as King of kings and the Lord of lords. അതെ, കർത്താവ് വീണ്ടും വരുന്നത് രാജാവും കർത്താവുമായിട്ടാണ്. He gave his life so that you and I will have eternal life. നമുക്ക് നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് കർത്താവ് തന്റെ ജീവനെ നൽകി. He died on the cross of Calvary so that none will perish. അതേ, കർത്താവ് കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നത് ആരും നശിച്ചു പോകാതിരിക്കുവാനാണ്. If Jesus would not have forsaken the comfort zone, you and I would have always been in eternal destruction. അതെ, കർത്താവ് തന്റെ ആ സുരക്ഷിതമായ ആ സ്വർഗത്തിലെ മഹിമകൾ വെടിയുവാൻ തയ്യാറായിരുന്നില്ലെങ്കിൽ നാം ഇന്നും പാപത്തിന്റെ
കീഴിലാകുമായിരുന്നു. Friends, I want to challenge you today. എൻ്റെ പ്രിയ സ്നേഹിതരെ, ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നു. Let us leave the comforts of this side of the border, but let us be ready to do something extraordinary for our Lord and Savior, Jesus Christ. അതെ, നാം ജീവിതത്തിലെ നന്മകളെ, ജീവിതത്തിലെ സുരക്ഷിതമായ സാഹചര്യങ്ങളെ വിട്ടിട്ട് കർത്താവിന്റെ വാക്കനുസരിച്ച് കർത്താവിന്റെ പിന്നാലെ പോകുവാൻ, കർത്താവിന്റെ വേല ചെയ്യുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. It might have challenges, it might have risks, but I want to close by saying this: it is worth taking those risks for Jesus, for great and wonderful days are lying ahead of you. നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ റിസ്ക് ഏറ്റെടുക്കുന്നത് വളരെ പ്രയാസകരമായിരിക്കാം. എന്നാൽ ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പു തരട്ടെ, കർത്താവിന്റെ വചനം അനുസരിക്കുമ്പോൾ, വാക്ക് കേൾക്കുമ്പോൾ നാം ദൈവിക നന്മകൾ, അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ പ്രാപിക്കുവാനായിട്ട് ഇടയായിത്തീരും. He's not a God who will keep your tail, but he'll make you head. അതെ, നിങ്ങളെ വാലല്ല തലയാക്കുന്ന ദൈവമാണ്. I'm going to pray for you right now. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. Are you ready to cross the border? നിങ്ങൾ ഈ ബോർഡർ കടക്കുവാനായി നിങ്ങൾ തയ്യാറാണോ? Are you ready to leave your comforts? നിങ്ങളുടെ സുരക്ഷിതമായ സാഹചര്യങ്ങളെ വിട്ടുകളയുവാൻ തയ്യാറാണോ? And are you ready to say, Lord, I am going to do what you want me to do? I'm going to pray for you all right now. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. I'm going to pray for you right now. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. I feel the Spirit of God right now. ദൈവത്തിന്റെ ആത്മസാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നു. God is challenging every one of us to cross the border. നാം ഓരോരുത്തരും ഈ സുരക്ഷിതമായ നമ്മുടെ സാഹചര്യങ്ങളെ വിട്ട് അപ്പുറത്തേക്ക് പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. Friends, it is worth. എൻ്റെ പ്രിയ സ്നേഹിതരെ, ഇത് വലിയ വിലയുള്ളതാണ്, മൂല്യമുള്ളതാണ്. Let's be obedient to the call of God. ദൈവത്തിൻ്റെ വാക്കിന് അനുസരണമുള്ളവരായിത്തീരാം. Don't look at the flooding Jordan, don't look at the giants, but look at the one who has called you. കലങ്ങിമറിയുന്ന യോർദാനെ നോക്കരുത്, വലിയ മല്ലന്മാരെ നോക്കരുത്, ദൈവത്തിൻ്റെ വചനം മാത്രം കേൾക്കുക. He's a faithful God. അവിടുന്ന് വിശ്വസ്തനായ ദൈവമാണ്. If he could honor Abraham, if he could honor P.G. Varghese, he will honor you. അവിടുന്ന് അബ്രഹാമിൻ്റെ വിശ്വസ്തനായിരുന്നെങ്കിൽ, PG അങ്കിളിന് വിശ്വസ്തനായിരുന്നെങ്കിൽ, അവിടുന്ന് നിങ്ങൾക്കും വിശ്വസ്തനായിരിക്കും. Many have missed it, but I don't want you to miss it. പലർക്കും ഇത് നഷ്ടമായിട്ടുണ്ട്, ദൈവിക നന്മകൾ. എന്നാൽ നിങ്ങൾക്കത് നഷ്ടമാകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Father, in the name of Jesus, I pray for my brothers and sisters. പിതാവേ, ഞാൻ എൻ്റെ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി പുത്രനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Lord, I pray that they will leave their comfortable zone and they will risk everything to be used by you. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ തങ്ങളുടെ സുരക്ഷിതമായ സാഹചര്യങ്ങളെ വിട്ടിട്ട് അവർ കർത്താവിൻ്റെ വചനം അനുസരിച്ച് മുന്നോട്ട് പോകുവാൻ അവരുടെ ജീവിതത്തിൽ തയ്യാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. Let them see the goodness of God in their life. ദൈവത്തിൻ്റെ നന്മകൾ അവരുടെ ജീവിതത്തിൽ കാണുവാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. In Jesus' name. യേശു കർത്താവിൻ നാമത്തിൽ. Amen and amen. ആമേൻ. God bless you. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. Once again, you have any prayer requests, please do write to us or call us. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എഴുതുക, അല്ലെങ്കിൽ ഞങ്ങളെ താഴെ കാണുന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. See you next week. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. Amen.